അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. അദ്ദേഹം ചെറുപ്പത്തിലെ വിശേഷ സൗന്ദര്യനും നല്ല സ്വഭാവത്തിനും ജ്ഞാനത്തിനും പേര് കേട്ടവനുമായിരുന്നു. തൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കണ്ടിട്ട് മറ്റ് സഹോദരന്മാർക്കെല്ലാം അസൂയ തോന്നി. ഒരിക്കൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. ഇത് പിതാവായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. ഇതൊരു വലിയ പ്രവചനമാണെന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഉടനെ തന്നെ മനസ്സിലായിരുന്നു. അസൂയയിൽ മുങ്ങിയ തൻ്റെ സഹോദരന്മാർ ഒരിക്കൽ യൂസുഫിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് വലിയൊരു കിണറ്റിൽ എറിയുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയപ്പോൾ യാക്കൂബ് നബി യൂസുഫിനെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവനെ ചെന്നായ കടിച്ചു എന്ന്. ഇത് പിതാവായ യാക്കൂബ് നബിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ യൂസുഫിനെയും കാത്തിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എറിഞ്ഞ കിണറിനരികിലൂടെ ഒരു കൂട്ടം വ്യാപാരികൾ കടന്നുപോയിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ശ്രദ്ധയിൽ അദ്ദേഹം പെടുന്നത്. അങ്ങനെ അവർ യൂസുഫിനെ കിണറ്റിൽ നിന്നെടുത്തു മിസ്രിലേക്ക് അടിമയായി വിറ്റു. അവിടെ ഒരു ഉയർന്ന പദവിയിലുള്ള മന്ത്രിയുടെ വീട്ടിലായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിച്ചിരുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം വളരെയധികം സൗന്ദര്യവാനായിരുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന്. തൻ്റെ സ്വഭാവശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മറ്റുള്ളവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കലും മന്ത്രിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ യൂസുഫ് നബിയെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു. യൂസുഫ് നബി അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തടവിലാണെങ്കിലും അദ്ദേഹം തൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൊണ്ട് അവിടെ നിന്നും പ്രശസ്തനായിരുന്നു. ഒരിക്കൽ മിസ്രിലെ രാജാവ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. 7 മരിഞ്ഞ പശുക്കൾ 7 കട്ടിയ പശുക്കളെ തിന്നുന്നത്. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആർക്കും പിടികിട്ടിയില്ല. അങ്ങനെയാണ് ജയിലിൽ തടവിലായ യൂസുഫിനെ വിളിക്കുന്നത്. യൂസുഫ് നബി ഇതിൻ്റെ വ്യാഖ്യാനം രാജാവിന് വിവരിച്ചു കൊടുത്തു. 7 വർഷം വിളവുയർന്ന കാലമുണ്ടാകും. അതിനുശേഷം 7 വർഷം വലിയ ക്ഷാമം. ഈ വ്യാഖ്യാനം രാജാവിനെ വിസ്മയിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവനെ മിസ്രിൻ്റെ ധ്യാന ഗോഡൗണുകളുടെ മന്ത്രിയായി നിയമിച്ചു. അവിടെ നിന്നാണ് തൻ്റെ സഹോദരന്മാരെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വീണ്ടും കണ്ടുമുട്ടുന്നത്. ക്ഷാമം വന്നപ്പോൾ തൻ്റെ സഹോദരന്മാർ ഭക്ഷണം തേടിയെത്തിയത് മിസ്രിലേക്കായിരുന്നു. അവരെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. പക്ഷേ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില പരീക്ഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ തിരിച്ചറിവ് വെളിപ്പെടുത്തി. ഞാൻ തന്നെയാണ് നിങ്ങളുടെ സഹോദരൻ യൂസുഫ്. അവരുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവർ ഖേദിച്ചു. അദ്ദേഹം അവരോട് പറയുന്നുണ്ട്: നിങ്ങൾ ഇന്ന് കുറ്റക്കാരല്ല, അള്ളാഹു നിങ്ങളോട് ക്ഷമിക്കട്ടെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവായ യാക്കൂബ് നബിയും കുടുംബവും മിസ്രിലേക്ക് വന്നു. യാക്കൂബ് നബി തൻ്റെ മകനെ വീണ്ടും കണ്ടപ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ബാല്യത്തിലെ സ്വപ്നം യാഥാർത്ഥ്യമായി. സഹോദരന്മാരും മാതാപിതാക്കളും അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്തു. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രവാചക ചരിത്രവുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഇതുപോലുള്ള ചരിത്രങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.